ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് സ്പഞ്ചാണ്. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കേക്കിന് വേണ്ട സ്പഞ്ച് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്, ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്ന ശേഷം മാത്രം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. നല്ല റെഡ് കളർ ആവുന്ന വരെ റെഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 ഡ്രോപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റെഡ് കളർ കുറവാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത ശേഷം പിന്നെ നമ്മൾ ബീറ്റർ ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 25 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി 180 ഡിഗ്രിയിൽ. ഇനി അത് ബേക്കായി വരട്ടെ, അടുത്ത സ്പഞ്ച് നമുക്ക് ഉണ്ടാക്കാം. നമ്മളിത് ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റി വെച്ചിട്ട് പകരം നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ബീറ്റ് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം പൊടിച്ച പഞ്ചസാര 1/2 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദ എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റായി വന്ന ശേഷം നമുക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ട ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയേഴ്സ് സെറ്റ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. ബാക്കി മധുരത്തിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ചത്. ചോക്ലേറ്റ് സ്പഞ്ച് നമ്മൾ 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രീമിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് വെക്കുന്നത്. അപ്പോൾ സ്പഞ്ചിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലെയർ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് ആയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ലെയർ ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് തന്നെ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാ സൈഡും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. പിന്നെ ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫിനിഷായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ക്രംസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് സൈഡ് ഭാഗത്തായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് റോസസ് ഒന്ന് മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു. അപ്പോൾ ടോപ്പിൽ ഞാനൊരു ടോപ്പിംഗ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.